എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് വീടിനോട് ചേർന്ന് തന്നെ നമ്മൾ ഇതേപോലെ ഈ രീതിയിൽ ചട്ടിയിൽ നട്ടിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ അതിൻ്റെ ആദ്യമായിട്ട് പിടിച്ച കായാണ്. ആദ്യമായിട്ട് 2 കായ്കളാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു കായ് പറിച്ചെടുക്കുകയാണ്. ഇത് റോയൽ റെഡ് ഇനത്തിൽപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഞാൻ ആദ്യം കരുതിയിരുന്നത് ഇത് പലോറയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ പലോറ ഇതല്ല. പലോറ ഒരു യെല്ലോ കളറാണ്. പക്ഷേ ഇത് നമ്മുടെ റോയൽ റെഡ് ഇനത്തിൽപ്പെട്ട ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ്. നല്ല മധുരമുണ്ട്. ഞാനത് പറിച്ച് കട്ട് ചെയ്ത് കഴിച്ചു. ഇപ്പോൾ ഇത് ഈ രീതിയിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഫ്രണ്ടിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് ചെടികളുടെ ഇടയിൽ ഒന്നിടവിട്ട് ഈ രീതിയിൽ ഒരു ചെറിയ ചട്ടിയാണ്, വളരെ ചെറിയ ചട്ടിയാണ്. ആ ചട്ടിയിൽ ഒരു ചട്ടിയിൽ 2 തൈകളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, 2 കമ്പ്. ആ കമ്പ് മുകളിലേക്ക് പോയി. അതുകൊണ്ടാണ് ഇത്രയധികം ബ്രാഞ്ചസ് ഇല്ലാത്തത്. കാരണം നോർമലി നമ്മളൊരു തൂണുകളിൽ നടുമ്പോൾ ഒരു തൂണിൽ 4 തൈകൾ നടാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 2 എണ്ണമാണ് മെയിനായിട്ട് നട്ടിട്ടുള്ളത്. ചില കേസിൽ 3 എണ്ണം, വലിയ ചട്ടിയിൽ 3 എണ്ണമൊക്കെ നട്ടിട്ടുണ്ട്. പക്ഷേ 2 എണ്ണം നട്ടാൽ മതിയാവും. അപ്പോൾ ആ 2 എണ്ണത്തിൽ നിന്ന് നമുക്ക് ഏതാണ്ട് 1.5 വർഷം പഴക്കമുണ്ട്. ആ ഒരു 1.5 വർഷം കൊണ്ട് ഈ രീതിയിൽ ഗ്രോത്ത് ഉണ്ടായി. അപ്പോൾ അതിൽ ഇപ്പം പൂക്കൾ വന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 2 കായ്കൾ പിടിച്ചു. പിന്നീട് ഇപ്പം തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ആ കായ്കൾ ഒരു 28 ദിവസം കൊണ്ട് ഏകദേശം പഴുക്കുന്നുണ്ട്. ഇപ്പോൾ 28-30 ദിവസം കൊണ്ട് പഴുക്കുന്നുണ്ട്. അപ്പം പഴുത്ത് കഴിയുമ്പോഴത്തേക്കാണ് അടുത്ത ബാച്ച് മൊട്ടുകൾ നിങ്ങൾക്ക് കാണാം. ഈ രീതിയിൽ മൊട്ടുകൾ കാണാം. അപ്പോൾ നമ്മളിത് ഏതാണ്ട് ടോപ്പിലെത്തിയതിന് ശേഷം അതിന് പടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിൽ 2 സ്റ്റാൻഡ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മൾ ചില കേസിൽ ഓരോന്നിൻ്റെ മുകളിൽ നമ്മൾ ടയർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഈ ബൈക്കിൻ്റെ ടയറൊക്കെ കിട്ടുകയാണെങ്കിൽ, പഴയ ടയർ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഷേപ്പിൽ അത് പടർന്നോളും. അപ്പോൾ അങ്ങനെ ചെയ്തതാണ് ഈ കാണുന്ന ചട്ടിയിലുള്ളത്. ഈ ചട്ടിയിൽ നമ്മൾ 2 എണ്ണം നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 എണ്ണം ഈ രീതിയിൽ മുകളിലേക്ക് പോയി. എത്തിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചെറിയ കാറിൻ്റെ ടയറാണ് അവിടെ ഉപയോഗിച്ചത്. കാറിൻ്റെ ടയർ റീപ്ലേസ് ചെയ്ത സമയത്ത് ആ ടയർ ഈ രീതിയിൽ കട്ട് ചെയ്ത് അതിൻ്റെ അടിയിൽ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ മഴക്കാലത്ത് വെള്ളം കെട്ടി നിന്ന് കൊതുകൊക്കെ കടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ അടിയിൽ ഹോൾസും ചെറിയ കീറ്റിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും ഇപ്പം മുട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റോയൽ റെഡ് ഇനത്തിൽപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ടാണ്. സാധാരണ ഡ്രാഗൺ ഫ്രൂട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇത് നല്ല മധുരമാണ്. ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ ചുരുങ്ങിയത് അറ്റ്ലീസ്റ്റ് 1-2 പ്ലാന്റുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പഴങ്ങൾ കിട്ടും. ഇപ്പോൾ ഞാനിതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിതിൽ ഷെയർ ചെയ്യാം. ഇതിൽ ഉപയോഗിക്കുന്ന വളങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. ഇനിയിപ്പം കുറച്ചും കൂടെ നമുക്കങ്ങനെ വലിയ കൃഷി എന്നുള്ള രീതിയിലല്ല, പക്ഷേ നമ്മുടെ ആവശ്യത്തിന് ഇപ്പോൾ ഞാനൊരു 10-13 ചട്ടികളിലായിട്ടാണ് നട്ടത്. അപ്പോൾ ഇനിയിപ്പോൾ അത് കുറച്ചെണ്ണം കൂടി നമുക്കൊന്ന് ഒരു 10-50ഓളം തൈകൾ നടണം. അപ്പം ഈ ഫ്രൂട്ട് പിടിച്ചതിന് ശേഷമുള്ള തണ്ടുകളാണ് നമ്മളിതിനു വേണ്ടി നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്.